പല്ല് തേക്കുന്ന നോക്കി കാലം പുരോഗമിച്ചുകൊണ്ടല്ല ഇവർ പഴയ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. തെലങ്കാനയിൽ വന്നപ്പം ഒരു പല്ല് തേക്കുന്നതാണ്. ഈ സാധനം കൊണ്ട് പല്ല് തേക്കുന്നത് നമുക്കറിയാം, പക്ഷെ നമ്മളിതൊരു എക്സ്പീരിയൻസ് ഒന്നും ചെയ്തില്ല. ഈ ചെറുപ്പക്കാരെ പറ്റി പറയാതെ വയ്യ. 2 ചെറുപ്പക്കാർ ഞങ്ങൾ ട്രീറ്റ് ചെയ്തൊരു വഴി, എന്താ പറയുക, ആ രീതി ഭയങ്കര ഇഷ്ടമായി. ഈ പമ്പിലാണ് ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്തത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ മൊബൈലിൻ്റെ സ്റ്റാൻഡ് കൊടുത്ത് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ മൊബൈൽ TV കാണുന്ന, എന്താ പറയുക, ഫിലിം കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അത് വെച്ച് കാണാമല്ലോ. അത് അവർക്കും ഇഷ്ടം, ഒരു എന്താ പറയുക, ഒരു കാര്യം ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഞങ്ങൾ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ പോണ വഴിക്ക് ഒരു ആക്സിഡൻറ്റ്. അങ്ങനെ ഞങ്ങളും പോയി നോക്കി എന്താ സംഗതി എന്ന് പറയാൻ. ആ വണ്ടി മറിഞ്ഞ് കിടക്കുക, ബൈക്കാണ്, 2 വീലറാണ്. അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഒരാൾക്ക് നീക്കാൻ വയ്യ. ആ അപ്പം ചാടി പഠിച്ച് വേഗം എണീച്ചു. അങ്ങനെ നോക്കുന്ന സമയത്ത് അയാൾ മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചത്. വെള്ളം കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് വേറൊരു വണ്ടീൻ്റെ മുകളിൽ തട്ടിയതാണ്. അപ്പോൾ ആ മനുഷ്യന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെങ്കിലും എന്നാലും വയസ്സായതല്ലേ, അയാൾക്ക് എന്താ പറയുക, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അയാളുടെ മുഖത്തത് മനസ്സിലാവുന്നുണ്ട്. ഫ്രാക്ചറും കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായി. അയാൾ കാല് മൂവ് ചെയ്യാൻ പറ്റുന്നൊക്കെയുണ്ട്. അയാൾ നടന്നു കാണിച്ചു, കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ അയാളോട് ഞങ്ങൾ ചോദിച്ചു ഐസ്, വീട്ടിൽ പോയിട്ട് ഐസ് വെക്കാനൊക്കെ പറഞ്ഞു. അയാൾ വീട്ടിൽ ഐസൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയ്യിലൊരു കുപ്പി തണുത്ത വെള്ളം ഉണ്ടായിരുന്നു. ആ തണുത്ത വെള്ളം അവിടെയും ഇവിടെയൊക്കെ വെച്ച് കൊടുത്തു. കാരണം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തണുത്ത ഐസ് പാക്ക് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അത് പെട്ടെന്ന് നല്ലൊരു റിലീഫ് ഉണ്ടാവും. പിന്നെ ഈ ചങ്ങാതി വീണ്ടും ന്യായീകരിക്കുക. അവന് കള്ളു കുടിച്ചെന്ന് വെച്ച് കള്ളു കുടിച്ചില്ല. അവന് കള്ളു കുടിക്കാൻ അവന് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും വയ്യ. അവനാണ് ഒരു വേറൊരു വണ്ടിക്ക് വന്നിട്ട് തട്ടിയിട്ട് ആക്സിഡന്റ് ആക്കി. ഈ പയ്യന്മാരെ വണ്ടിക്ക് വന്ന് ആക്സിഡന്റ് ആക്കിയ. ठीक है ठीक है ठीक है इधर देखो ठीक है ओके. ഇയാൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. പാവം മറ്റേ വയസ്സായ ആൾക്ക് തീരെ വയ്യാന്ന് തോന്നുന്നുണ്ട്. അയാൾക്ക് നടക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അയാളോട് കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. തണുപ്പ് എവിടെയെങ്കിലും ഐസൊക്കെ വെച്ച് വെക്കാൻ പറഞ്ഞു. ഡോക്ടറെ കാണിക്കാനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇത് കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവനാന് മാത്രമല്ല ബുദ്ധിമുട്ട്, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാകുക. കാരണം മറ്റുള്ളവർ വണ്ടീൻ്റെ മുകളിലേക്കല്ലേ ഓടിച്ചെല്ലുന്നത്. പിന്നെ ഞങ്ങൾ പോയതൊരു ഗ്രാമത്തിലേക്കാണ്. ഗ്രാമത്തിൽ കുറച്ച് ഡിസേബിൾഡ് ആയുള്ള ആൾക്കാരെ കാണാൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം കൂടി പറഞ്ഞല്ലോ. നമ്മുടെ യാത്രയുടെ ലക്ഷ്യം നമ്മൾ വെറും യാത്ര മാത്രമല്ല, പല ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സംരക്ഷിച്ച് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ മാക്സിമം അവർക്ക് അവയർനെസ്സും അവരെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. അങ്ങനെ ഈ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളൊരു വഴിയിൽ വെച്ചൊരു കണ്ടൊരു ആളാണ്. ഇയാൾക്ക് പോളിയോ ബാധിച്ചാണ്. ഇയാളെ ശരീരത്തിന് പോളിയോ ബാധിച്ചെങ്കിലും മനസ്സ് ഡബിൾ സ്ട്രോങ്ങാണ്. ഇയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇയാൾ ഭയങ്കര ഫിറ്റാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇയാളെ. കാരണം ചില ആളുകളുണ്ട് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുന്നത്. ഇയാൾ ആ കൂട്ടത്തിലല്ല. ഒരു അതുൽ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ്റെ വീട്ടിലാണ്. പുള്ളിക്ക് ഇതേപോലെ തന്നെ CP ആണ് കേസ്, സെറിബ്രൽ പാൾസി എന്ന് പറയും. CP വിത്ത് സ്കോളിയോസിസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇവരൊന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാറേ ഇല്ല. പണ്ടത്തെ തുടക്കത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങ് വെറുതെ വിടുക. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യിക്കുന്നുണ്ടെന്ന് അതിൻ്റെ ഫലമാണ് ആ കുട്ടീൻ്റെ എന്താ പറയുക, പുറത്ത് കണ്ടില്ലേ, നട്ടിൽ വളഞ്ഞിരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഭയങ്കര കേസ്. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ശരിക്കും ചെയ്തില്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ ചെയ്യൂലോ എന്ന് അറിയില്ല. മാക്സിമം പറഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു വെച്ചാൽ ഈ പയ്യൻ്റെ പുറം കണ്ടു കഴിഞ്ഞാൽ എന്താ പുറത്ത് നട്ടിൽ കണ്ടാൽ മനസ്സിലാവും കേട്ടോ, വളഞ്ഞിരിക്കാം. ഈ വളയുന്നതിന് അതിന് സ്കോളിയോസിസ് എന്ന് പറയും, ലാറ്ററൽ ഡീവിയേഷൻ ഓഫ് സ്പൈൻ എന്ന് പറയും. ആ സ്പൈൻ വളഞ്ഞ് വരും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഹാർട്ട് ലങ്ങൊക്കെ ചുരുങ്ങിയിട്ട് എന്താ പറയുക, പിന്നെ ശ്വാസം എടുക്കാൻ പറ്റാതെ, ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതൊക്കെ ആവും. അങ്ങനെ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇവർക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അവർ ചെയ്യാമെന്ന് ഉറപ്പും തന്നു. എന്താ പറയുക, എന്നിട്ടാലും നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അവർ ചെയ്യുന്നതൊക്കെ അവരുടെ കയ്യിലാണ്. എന്നാലും അവയർനെസ്സിൻ്റെ ഒരു വലിയൊരു കുറവ് എല്ലായിടത്തും കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തു, ചെയ്യാമെന്നും പറഞ്ഞവർ. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നപ്പോൾ ഞങ്ങളൊരു റോഡ് സൈഡിൽ വണ്ടി എഴുതിയപ്പം ഒരു ഹോട്ടൽ, ചെറിയൊരു ഹോട്ടലാണ്. ഒരു ചെറിയൊരു ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു ചോറും ഒരു കറിയും ഈ ഹോട്ടലിലുള്ളൂ. ശരിക്കും ഒരു കറിയും ഒരു സൈഡും. ആ ഹോട്ടലിന് തെലങ്കാനയിൽ ഇവർ വാങ്ങുന്ന ചാർജ് 80 രൂപയാണ്. ഈ കാണുന്ന ചേച്ചി എടുത്ത ഈ ഭക്ഷണത്തിന് 80 രൂപയാണ് ചാർജ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് കുടുംബശ്രീ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ 20 റുപ്പീസ് കിട്ടുന്ന സാധനം ഇവിടെ 80 രൂപ, 80 റുപ്പീസ്. അത് ഞങ്ങൾ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. കാരണം ഇത്തരം ചെറിയ ഹോട്ടലുകളൊക്കെ സ്വാഭാവികമായിട്ടും ചെറിയ പൈസയ്ക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു പരിപ്പിൻ്റെ കറിയും നമ്മുടെ പപ്പടം പോലത്തെ ഒരു ഇതില്ലേ റൗണ്ടിൽ പൊരിക്കുന്ന അതും ഒരു എന്താ പറയുക സൈഡും, ഇത്രമാത്രം സാധനത്തിനാണ് അവർ 80 രൂപ വാങ്ങുന്നത്. അത് ഞങ്ങൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. ഈ റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ തെലങ്കാന റോഡുകൾ എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ ഉള്ളത്.
ഹൈദരാബാദാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത്.